ഇസ്രയേലുമായുള്ള സംഘർഷത്തിനിടെ ഹമാസ് കടുത്ത പ്രതിസന്ധിയിലാവുകയാണ്. നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടു. സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരം. ഇസ്രയേലിനോട് പൊരുതുന്ന സ്വന്തം അംഗങ്ങൾക്ക് വേതനം നൽകാൻ പോലും ഹമാസിന് കഴിയുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലുമായുള്ള യുദ്ധം ഹമാസിനെ ആകെ തകർത്തിരിക്കുകയാണ്. ഗാസയിൽ ഹമാസ് കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നാണ് റിപ്പോർട്ട്. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഷാർക്ക് അൽ അസ്വാദ് എന്ന മാധ്യമത്തിലാണ് ഹമാസ് നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുള്ളത്. 2 വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ ഹമാസിന്റെ മുൻനിര നേതാക്കളിൽ ഭൂരിഭാഗം പേരെയും ഇസ്രയേൽ വധിച്ചു. യുദ്ധം തുടരുന്നത് ഹമാസിന്റെ സാമ്പത്തിക സ്രോതസ്സിനെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ഇസ്രയേലുമായി യുദ്ധം ചെയ്യുന്ന സ്വന്തം അംഗങ്ങൾക്കുള്ള വേതനം നൽകാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടെ 900 ഷെക്കൽസ്, അതായത് ഏകദേശം 22,000 രൂപ മാത്രമാണ് അംഗങ്ങൾക്ക് നൽകാൻ സാധിച്ചത്. ഇത് ഹമാസ് പോരാളികൾക്ക് കടുത്ത രോഷവും അതൃപ്തിയും ഉളവാക്കിയിട്ടുണ്ട്. ഹമാസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന യുദ്ധത്തിനിടെ ഇസ്രയേൽ പ്രതിരോധ സേന നിരവധി നേതാക്കളെ വധിച്ചത് ഹമാസിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നേതൃത്വത്തിലെ അഭാവം യുദ്ധത്തിലെ ഏകോപനത്തെയും ബാധിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഹമാസിന്റെ നേതൃനിരയിലുള്ളവരെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ നീങ്ങുന്നത്. അതേസമയം ഗാസയ്ക്ക് മേലുള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ. ശനിയാഴ്ച ഖാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 9 കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു.